കഥ കസേരകളി കഥകളി. പിന്നെ ഈ ഒരു സീറ്റ് മാത്രം കിട്ടുന്നത് ബൂർഷ്വാ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ലെന്നാണ് ബാലഗോവിന്ദ് സഹാക്കൾ പറയുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഒരു സീറ്റ് കിട്ടിയാൽ എന്തു ചെയ്യണമെന്നും അത് എങ്ങനെ പ്രതിരോധിക്കണമെന്നും പാർട്ടി പരിചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു സീറ്റാണ് കിട്ടിയത്. ആ ഒരു സീറ്റ് തന്നെയാണ് ഇപ്പോൾ നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ ബുദ്ധിപൂർവമായ ആസൂത്രണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു മാറ്റമാണിത്. നമ്മൾ ഈ പ്രവർത്തനം ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെയല്ല. ഒരുപാട് മുൻകരുതലെടുത്തിട്ടുണ്ട്, ഒരുപാട് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രതിചലനമാണ് ഈ റിസൾട്ട് എന്ന് മനസ്സിലാക്കുക. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? പക്ഷേ ഞങ്ങൾ ഒരു നല്ല വിജയം പ്രതീക്ഷിച്ചതാണ്. ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? അത് എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു പിന്നോട്ടടി ഉണ്ടായത് എന്നുള്ളത് കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകും. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. ഇങ്ങനെ ഒരു തരി കനൽ മാത്രമാകുന്ന സാഹചര്യത്തിൽ പാർട്ടി കാലങ്ങളായി നടപ്പിലാക്കി വരുന്ന ചില രീതികളുണ്ട്. എന്തു സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നതാണ് ആദ്യ പരിപാടി. പിന്നെ കുറവുകൾ നികത്തും. കുറവുകൾ എന്ന് വെച്ചാൽ പാർട്ടിയിലെ കുറവുകൾ മാത്രമല്ല കേട്ടോ, വേണ്ടി വന്നാൽ സർക്കാർ തലത്തിലുള്ള കുറവുകളും പരിഹരിക്കും. നിങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ലാത്ത ഈ പാർട്ടി. ഇതേ രൂപത്തിലുള്ള പരിശോധന ഞങ്ങൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ചില കുറവുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന, സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ ഇവരാ പ്രശ്നം. ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന അല്ല, അത് സംബന്ധിച്ചൊരു വിശദമായ പരിശോധന ഒന്നും നടത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ലെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് അത്രത്തോളം വോട്ട് BJPക്ക് അധികമായിട്ട് കിട്ടുകയും ചെയ്തിരിക്കുകയാണ്. അതിൽ കുറഞ്ഞ വോട്ട് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഉള്ള നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് BJPയെ വിജയിപ്പിക്കാൻ നിയമം പോലെ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അങ്ങനെയാണ്. കോൺഗ്രസിൻ്റെ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടാണ്. അതുപോലെ എന്തെങ്കിലും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കുന്നതാണ്. എന്നിപ്പോൾ ആകെയുള്ളത് ഒരു തരി കനലാണ്. അതൊന്ന് കത്തിക്കാൻ ഊതി ഊതി ക്ഷയം പിടിച്ച് ചാവുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വിധി ഇത് തന്നെയല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി ഉണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും രണ്ടാമത്തെ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും അത്ര കാര്യമായിട്ട് പറയുന്നതല്ല. ഞങ്ങളിനി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ ഞാനതല്ലേ പറഞ്ഞത്, എല്ലാ തരത്തിലുള്ള പരിശോധനയും പാർട്ടി അതുപോലെ ഇടതുപെട്ട ജനാധിപത്യ നടത്തുന്നില്ല. അവരുടെ കുടുംബ സ്വത്തും കുടുംബ ഭദ്രതയും സംരക്ഷിക്കാൻ അവരെന്ത് വൃത്തികേടും ചെയ്യും, എവിടെയും അധികാരത്തെ കൊണ്ടുപോയി തുലക്കും എന്നതിൻ്റെ എത്രയോ തെളിവുകൾ ജനങ്ങളെ മനസ്സിൽ ജീവിക്കുകയാണ്. ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തോട് യോജിപ്പില്ല. ഈ വർഗീയ ശക്തികൾ നമ്മുടെ നാടിനെ തകർത്ത് മുന്നോട്ട് പോകുന്നത് അങ്ങ് കാണുന്നില്ലേ? അങ്ങയുടെ ആ പഴയ വിപ്ലവ വീര്യം ഞങ്ങൾക്ക് തന്നൂടെ? പാർട്ടിയുടെ വർഗബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരിപാടി. പിന്നെ ജനകീയ സ്വാധീനം വർദ്ധിപ്പിക്കും. ഇതൊന്നും എന്താണെന്ന് ചോദിക്കരുത്. മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് പാർട്ടി കാർസുകളിൽ എത്തണം. അപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ അന്ന് നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി 1.5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. വർഗബന്ധങ്ങളിൽ മാറ്റം വരുത്തി, ജനകീയ സ്വാധീനത്തിലും മാറ്റം വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അല്ലാതെ ഞങ്ങൾ പരിശോധിക്കും, തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. കാരണം ആലത്തൂരിലെ നേരിയ ഭൂരിപക്ഷത്തിലുള്ള പരാജയവും തൃശ്ശൂരിലെ പരാജയവും തീർച്ചയായിട്ടും പരിശോധിക്കും. UDF പരിശോധിക്കും, പാർട്ടിയും തീർച്ചയായും ഗൗരവതരമായി പരിശോധിക്കും. അതെ, അതെല്ലാം സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട്, അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി, ഉൾക്കൊള്ളേണ്ടതിൽ ഉൾക്കൊണ്ട് അങ്ങനെയല്ലേ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക. ഞങ്ങൾ 100% ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?